യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്ഷകനെ ഞങ്ങളെ വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ. നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ. എത്ര തന്നെ സ്തുതിച്ചാലും മതിവരാത്ത രീതിയിൽ അനുനിമിഷം നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലും ദൈവാതിശയമായി നമ്മെ നടത്തി പരിപാലിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മെ നിറച്ച് നടത്തുന്ന അതേ സ്തോത്ര ക്രിസ്തുവിന്റെ നിറവ് നമ്മുടെ മേൽ വെളിപ്പെടുത്തി തന്ന് നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ഈ പൽക്കാലവും ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി. പ്രിയ ദൈവപൈതരെ, നിങ്ങൾക്ക് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് നോക്കി നിൽക്കുന്നവരുടെ മനസ്സ് മാറും. വിശ്വസിക്കുക. നിങ്ങളുടെ തകർച്ച കാണുക. നോക്കി നിൽക്കുന്നവരുടെ മധ്യേ അതേ നിങ്ങളുടെ പരാജയം കാണുക. ഇത് ഈ പ്രശ്നത്തിനകത്തുനിന്ന് നിങ്ങൾ പുറത്തു വരികയില്ല. അതിനകത്ത് നിങ്ങൾ വീണു പോണത് കാണുക. നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം പേർ നിങ്ങളുടെ നടുവിൽ കാണുമായിരിക്കാം. അവരുടെ മനസ്സ് മാറ്റത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഒന്നും ഭവിക്കാതെ പുറത്തെടുക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ട്. ആ കർത്താവ് ഈ പകൽക്കാലം, ഹല്ലേലൂയ, ചിലരുടെ മനസ്സുകളെ മാറത്തക്ക രീതി നീ ആരാണെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. തിരുവചനത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നു വരികയാണ്. 28-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രക്ഷപ്പെട്ട ശേഷം മെലിത്ത എന്ന ദ്വീപിൽ എത്തുവാനായിട്ട് ഇടയെത്തുന്നു. 27-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സമുദ്രത്തിലെ കൊടുങ്കാറ്റ് മുഖാന്തരമായിട്ട് ആശ അറ്റുപോകുന്ന അനുഭവങ്ങൾ. 14 ദിനരാത്രി തങ്ങൾ അതിനകത്ത് അകപ്പെട്ട് പിന്നെ എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ അതിനകത്തുനിന്ന് പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു വരുമെന്നുള്ള തന്റെ ജീവനെതിരായി തന്നെ പ്രതികൂലമായി കാറ്റുകൾ ആഞ്ഞടിച്ചു. അവർ രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോകുന്ന ഒരു അനുഭവത്തിൽ കൂടെ പൗലോസ് കടന്നു വരുന്ന അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവിടെയൊക്കെ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി തന്നെ ബലപ്പെടുത്തുന്ന, തന്റെ കൂടെയുള്ളവരെ തന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നൊരു ഉറപ്പ് കൊടുത്ത് തന്നെ ബലപ്പെടുത്തുന്ന അനുഭവം കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് കപ്പൽ ഛേദം കടന്നു വരുന്നുണ്ട്. കപ്പൽ ഛേദത്തിനകത്തും തങ്ങളുടെ ജീവിതത്തിനകത്ത് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതിരിക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയമെന്ന് പറഞ്ഞ് അവിടെ ബലപ്പെടുത്തി തങ്ങൾ പുറത്തു വരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാരംഭത്തിൽ കാണുന്നു അവിടെ ബെർബരന്മാർ അവരെ രക്ഷപ്പെട്ടു ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഗ്രഹിക്കുവാനായിട്ട്. കാരണം അവരുടെ ഒരു പ്ലാനിങ്ങിലോ ഒരു പദ്ധതിയിലോ ഉണ്ടായിരുന്ന സ്ഥലമല്ല മെലിത്ത എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ആ കപ്പൽ ഛേദത്തിനകത്ത് അവർ അകപ്പെട്ട സ്ഥലം മെലിത്ത എന്ന. അപ്പൊ അവര് രക്ഷപ്പെട്ട ശേഷം അവർ തിരിച്ചറിയുന്നു തങ്ങൾ എത്തിയിരിക്കുന്നത് റോമിലല്ല മെലിത്തയിലാണെന്നുള്ളൊരു തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അവർ ഗ്രഹിക്കുവാനായിട്ട് ഇടയെത്തുന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടുത്തെ ബെർബരന്മാർ അവർക്ക് അസാധാരണമായ ദയ കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു.
തുടർന്നു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി അവരെ ഒക്കെയും എന്ത് ചെയ്യുന്നു, കൈക്കൊണ്ടു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പൗലോസ് കുറെ വിറക് പിറക്കി തീയിൽ ഇട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവന്റെ കൈക്ക് പറ്റി കാണുവാൻ സാധിക്കുന്നു. ആ ജന്തു അവന്റെ കൈമേ തൂങ്ങുന്നത് ബർബരന്മാർ ഇവരെ കൈക്കൊണ്ട ഇവരോട് അസാധാരണമായ ദയ കാണിച്ചതായ ബർബരന്മാർ ഇവരുടെ കയ്യിൽ എന്ത് ചെയ്യുന്നു, ഇത് തൂങ്ങുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല. ഒന്നാമത് പൗലോസിനെ പറ്റി ഈ ബർബരന്മാർ പറയുന്ന ഒരു കാര്യമാണ്, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ. അവരെ കാണുവാൻ ശ്രദ്ധിക്കുന്നു. അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ കൈക്കൊണ്ടവരാണ്. അവരെ കൈക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അസാധാരണമായ ദയ കാണിച്ചതായ ബർബരന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ കൊലപാതകൻ ആകുന്നു, സംശയമില്ല. അവർ ഉറപ്പിച്ചങ്ങ് പറയുകയാണ്. കാരണം ഇത്രയൊക്കെ പ്രയാസഘട്ടത്തിൽ കൂടി നിന്ന് കടന്നു വന്നു. മെലിത്തേൽ എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു, അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അവിടെ കാണുന്നു, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവിടെ പരസ്പരം തമ്മിൽ അവർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, നീതിദേവി പോലും ഇവനെ ജീവിച്ചിരിക്കുവാൻ, ദൈവീക വാക്തത്വമുള്ളവന്റെ ജീവനെതിരെ വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ അവർ അവിടെ പറയുന്നിട്ട് കാണുവാൻ സാധിക്കുന്നു. സമുദ്രത്തിലെ കൊടുങ്കാറ്റ് മുഖാന്തരം അവന് ജീവന് ഭീഷണിയുണ്ടായി, കപ്പൽ ചെയ്ത മുഖാന്തരം ജീവന് ഭീഷണിയുണ്ടായി. എന്നാൽ രക്ഷപ്പെട്ട് മെലിത്തേലെത്തുമ്പോഴും ജീവനെതിരെ അവിടെ കാണുവാൻ സാധിക്കുന്നു, അവനെ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഒരു പ്രശ്നത്തിന്റെ കഴിഞ്ഞു പുറത്തു വന്നോ അടുത്തൊരു പ്രശ്നം എന്ന് വരുമ്പോൾ ലോകം പറയുന്ന പല കാര്യങ്ങളുണ്ട്. സ്തോത്രം. കുറ്റങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ അവരുടെ ജീവിതത്തിനകത്ത് വലിച്ചിടുവാനായിട്ട് ഇടയായിത്തീരും. അവൻ ചെയ്യുന്നതിനും ചെയ്യാത്തതിനൊക്കെയും അവനെക്കുറിച്ച് പലത് പറയുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പക്ഷെ അവിടേക്കെയും ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട കാര്യമുണ്ട്, അവിടെ ഉറച്ച് നിൽക്കുവാൻ തയ്യാറാകണം. അവന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ അവൻ ആ സമയത്ത് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. അവിടെ നിരാശപ്പെട്ട് മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് നിരാശപ്പെട്ടിരിക്കുവാനല്ല കർത്താവ് ചിലടത്ത് കൊണ്ട് എത്തിക്കുന്നത്. സ്തോത്രം. അതേ, ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പ്രശ്നം വന്നു കാണുമായിരിക്കാം. ആ പ്രശ്നത്തിനകത്ത് നിന്ന് കർത്താവ് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമ്പോ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ അവിടെ പ്രശ്നം കൊണ്ട് തീരുന്നില്ല. അടുത്തൊരിടത്ത് നീ ഉറച്ചു നിൽക്കും, ഇല്ലെങ്കിൽ അവിടെ ഒന്ന് നീ സ്റ്റേബിളായി വരുവാനായിട്ട് ഇടയായി തീരുമ്പോ അടുത്ത മറ്റൊരു പ്രശ്നം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരാം. ഹല്ലേലൂയ. ഇങ്ങനെ ആവർത്തിച്ച് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ലോകം ചുമ്മാ ഇരിക്കത്തില്ല, ലോകം വെറുതെ ഇരിക്കത്തില്ല. അവർ പലതും പറഞ്ഞു തുടങ്ങുവാനായിട്ട് ഇടയത്തിരും. പക്ഷെ ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ കൃപയല്ല നിൽക്കുന്നതെന്ന്, എന്റെ മേൽ നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്തെന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർണം. കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്നവർ തമ്മിൽ പറഞ്ഞു തുടങ്ങിയപ്പോ അവർ പൗലോസ് ചെയ്ത ഒരു കാര്യമുണ്ട്, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. പ്രിയ ദൈവ പൈതലെ, നിന്റെ മേൽ പകരപ്പെട്ടതിനെ നീ ഉപയോഗിക്കേണ്ട സ്ഥലമാണ്. മറ്റുള്ളവർ നിന്നെ പഴിക്കുമ്പോ നീ ഒന്നിനു പിറകെ ഒന്നായി നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ജീവനെതിരെ വെല്ലുവിളികൾ കടന്നു വരുമ്പോ നീ അവിടെയാണ് നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ ഉപയോഗിക്കേണ്ടത്. നിന്റെ മേൽ നീ ആരാണെന്ന് തെളിയിക്കുവാൻ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെടേണ്ടത്. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. ഹല്ലേലൂയ. അതെ, കുടയേണ്ടടുത്ത് നിന്റെ ജീവനെതിരായി കടന്നു വരുന്ന ചിലതിനെ നിന്റെ മേൽ പകരപ്പെട്ട് അഭിഷേകത്തിനകത്തേക്ക് കുടഞ്ഞു കളയണം. ചിലത് കത്തിക്കരിയുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ കാണുന്നു, അടുത്ത് അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ട് അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു.
അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, അവനെ പറ്റി അവർ ചിന്തിക്കുകയാണ്. ഈ അണലി അവരുടെ കരത്തിൽ അവരുടെ കൈ കയറി പിടിച്ചപ്പോ അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ച ഒരു കാര്യമാണ്, ഒന്നേ അവൻ വീർത്ത് വരുവാനായിട്ട് ഇടയത്തിരും, അല്ലെങ്കിൽ പെട്ടെന്ന് ചത്തു വീഴും എന്ന് വിചാരിച്ച് കാത്തു നിന്നു. ഹല്ലേലൂയ. കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം പേർ. സ്തോത്രം. ഒരു രോഗം മാറി അടുത്തൊരു രോഗം കടന്നു വരുമ്പോ ഇതിനകത്ത് നിന്ന് പുറത്തു വരികയല്ലെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം പേർ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കാത്തു നിൽക്കുന്നവർ അവിടെ നിൽക്കുമ്പോഴും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനിടയെത്തിരും. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വച്ച് അവർ കാത്തു നിന്നു. രണ്ട് കാര്യം അവരെ അവിടെ ചെയ്യുന്നു. ഒന്ന്, വീർക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവിടെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അണലി ആരുടെയും കരത്തിൽ പിടിച്ച, അല്ലെങ്കിൽ അണലി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒന്നേ വീർക്കും, ഇല്ലെങ്കിൽ ചത്തു വീഴും. ഇത് രണ്ടും അവിടെ സംഭവിക്കാം. പക്ഷേ ഇത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടു. വളരെ നേരം കാത്തു നിന്നു. അപ്പൊ അവർ കാത്തു നിൽക്കുകയല്ല, വളരെ നേരം നിൽക്കുകയാണ്. അപ്പോൾ ആ വളരെ നേരം അവരങ്ങനെ നിൽക്കണമെങ്കിൽ ഇതിനകത്ത് വെച്ച് പൗലൂസിന് ഇത് ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള ഒരു ടൈം കഴിഞ്ഞു. ആ ഒരു ടൈം കഴിഞ്ഞിട്ടും ഇവനെന്തെങ്കിലും ഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നേരം കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം പേർ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എത്രേ. സ്തോത്രം. കാത്തു നിൽക്കുന്നവരുണ്ട്. കാത്തു നിന്നാ ഒന്നും ഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചില പ്രശ്നത്തിന്റെ മധ്യ ചിലർ പുറത്തു പോവും. പക്ഷേ ഞാൻ പറയട്ടെ, ചിലർ വീണ്ടും നോക്കി നിൽക്കും. ഇല്ല, ഇനിയും ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് ഇതിനകത്ത് വെച്ച് തീർന്നു പോകും എന്ന് വീണ്ടും കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. കാത്തു നിൽക്കുന്നവരുണ്ട്, വളരെ നേരം കാത്തു നിൽക്കുന്നവരുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ, അതിനകത്ത് നാം ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്. അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനായിട്ടിടയെ തീർണം. കാത്തു നിൽക്കുന്നവർ അവിടെ നിൽക്കട്ടെ. വളരെ നേരം കാത്തു നിൽക്കുന്നവരും അവിടെ നിൽക്കട്ടെ. പ്രിയ ദൈവമക്കളെ, അവിടെ ചിലരെ നിർത്തുന്നതിന് കാരണം അവരുടെ മനസ്സുകളെ ദൈവം മാറ്റുന്നതിന് വേണ്ടിയാ. നിന്റെ ദൈവം ആരെന്ന് ദൈവത്തിന് തെളിയിക്കുന്നതിന് വേണ്ടി അത്രേ. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു, വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട്. സ്തോത്രം. അപ്പൊ ആപത്ത് ഭവിക്കും, അതിപ്പോൾ കാണാമെന്ന് പറഞ്ഞു നോക്കി നിൽക്കുന്നവരവിടെ നിൽക്കുന്നത്. സ്തോത്രം. അവൻ ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു, മനസ്സു മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, അവൻ കൊലപാതകനാണ്. നീതിദേവി പോലും അവന് ജീവിച്ചിരിപ്പാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം പേർ ആണ് അവിടെ കാത്തു നിൽക്കുന്നത്. അവർ എന്ത് ചെയ്തു? അവരുടെ മനസ്സ് മാറി. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനൊരു ദേവനെന്ന്. സ്തോത്രം. മനസ്സുകളെ മാറ്റുന്ന ദൈവത്തിന്റെ കാര്യം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, നിന്നെ ഒരിടത്ത് ദൈവം കൊണ്ട് നിർത്തി നിന്റെ ജീവിതത്തിനകത്ത് ചില പ്രശ്നങ്ങൾ കടന്നു വന്ന നിന്നെ തകർത്ത് കളയുവാനല്ല, ചിലരുടെ മനസ്സുകളെ മാറ്റുന്നതിന് വേണ്ടി എത്ര. സ്തോത്രം. ബർബരന്മാർ നമുക്കറിയാം, ഒരിക്കലും അവരുടെ സ്വഭാവം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാ. എന്നാൽ അവരുടെ മനസ്സ് മാറ്റത്തക്ക രീതിയിൽ കർത്താവ് ഒരു ദൈവ പൈതലിനെ ഉപയോഗിച്ചുവെങ്കിൽ അതെ, നിന്നെ ചിലയിടത്ത് കൊണ്ട് നിർത്തുന്നത് വെറുതെ ല്ല, നിന്നിൽ കൂടി നിന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കുവാനും അവരുടെ മനസ്സിനെ മാറ്റുവാനും നിന്നിൽ കൂടി ചില ദൈവിക പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവരുടെ മനസ്സു മാറി. ആ മനസ്സു മാറിയപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്തു. കൊലപാതകൻ നീതിദേവി ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞവർ മനസ്സ് മാറിക്കഴിഞ്ഞപ്പോ ഇവരെ ചേർക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. അവിടെ കൊണ്ട് തീരുന്നില്ല. കാണുന്നു, ആദരവോടെ 3 ദിവസം അതിഥി സൽക്കാരം ചെയ്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ചിലതിന്റെയൊക്കെ മനസ്സുകളെ ദൈവം മാറ്റും. ഹല്ലേലൂയ.
ചിലതൊക്കെ കടന്ന് നിന്റെ ജീവിതത്തിനകത്ത് വന്നപ്പോ അവിടെ കൊണ്ട് നീ തീരും അവസാനിക്കുമെന്ന് പറഞ്ഞവർ ഒത്തിരി പേര് കാണുമായിരിക്കാം. പക്ഷേ അവരുടെയൊക്കെ മനസ്സുകളെ മാറ്റുവാനായിട്ട് ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ ഭാരപ്പെടേണ്ട. പലരും പറഞ്ഞുകൊള്ളട്ടെ. അവരോട് നീ ആരാണെന്ന് നീ ചെന്ന് പറയാനായിട്ട് നിൽക്കണ്ട. പ്രശ്നത്തിന്റെ നടുവിൽ നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകവുമായി നീ നിന്നാ മതി. ദൈവം തെളിയിച്ചുകൊള്ളും. നാം തെളിയിക്കാൻ പോയ ആരും അത് വിശ്വസിക്കണമെന്നില്ല. പക്ഷെ ദൈവത്തിന്റെ തക്ക ടൈമിലെ നീ ആരാണെന്നും നിന്റെ മേൽ പകരപ്പെട്ടത് എന്തെന്നും ഹല്ലേലൂയ ദൈവം തെളിയിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഒരു കൊലപാതകൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ഇടത്ത് ഒരു ദൈവൻ എന്ന അനുഭവത്തിലേക്ക് അവരുടെ മൈൻഡുകളെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, അവരെ ചേർത്തു. അവർക്ക് അതിഥി സൽക്കാരം ചെയ്യിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പുബ്ലിയസിന്റെ അപ്പൻ പനിയും സാരമായി കിടന്നപ്പോ പൗലൂസ് അവിടെ ചെന്നു, അകത്ത് ചെന്നു പ്രാർത്ഥിച്ചു. അവന്റെ മേൽ കൈവച്ചു കഴിഞ്ഞപ്പോ അവന് സൗഖ്യം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പ്രിയ ദൈവമേ, നിന്നിൽ കൂടി നിന്റെ മേൽ പകരപ്പെട്ടത് ദൈവത്തിന് എവിടെയും ഉപയോഗിക്കുവാനായിട്ടിടയെത്തിരും. പക്ഷെ ഞാനും നിങ്ങളും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഓടി മാറുകയല്ല, അവിടെ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായി തീർണം. ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയെത്തിരും. കൊലപാതകൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തി കഴിഞ്ഞപ്പോഴും ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതേ സ്തോത്രം അവരുടെ ഭവനത്തിൽ ചേർത്ത് അവർക്ക് അതിഥി സൽക്കാരം ചെയ്ത് അവരുടെ ശരീരത്തിൽ നേരിട്ട രോഗത്തിന്മേൽ സൗഖ്യം കൊടുക്കുവാൻ ഈ പൗലൂസിന് ഇടയായി തീരുവാനായിട്ടിടയായി തീർന്നു. അതിനുശേഷം ഇതൊക്കെ സംഭവിക്കുവാനായിട്ടിടയായി തീർന്നപ്പോ ദ്വീപിലുള്ള മറ്റ് രോഗികളും വന്ന് സൗഖ്യം പ്രാപിച്ചു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് നിനക്ക് എന്തെങ്കിലും വന്ന് സംഭവിക്കുമെന്ന് നോക്കി നിന്നവരുടെ മനസ്സുകളെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ വിളിച്ച ദൈവം മറ്റുള്ള മുമ്പ് ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നീ ലജ്ജിച്ചു പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പുറത്തെടുക്കേണ്ട സമയത്ത് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തില്ല. നീ പ്രതീക്ഷിക്കാത്ത ചില റൂട്ടുകൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്റെ മേൽ പകരപ്പെട്ടതിനെ ദൈവത്തിന് തെളിയിക്കുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നാല് നിനക്കൊരു ദോഷവും വരാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. അതേ, ഒരു ദോഷവും വരാതെ നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ പകൽക്കാലം വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? അനർത്ഥങ്ങൾ അനവധിയായി കടന്നു വരുമ്പോ, ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്തൊരു പ്രശ്നം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോ ആരും നമ്മോട് കൂടെ നിൽക്കണമെന്നില്ല. അടുത്തും അകലെ നിന്നും മറ്റുള്ളവർ പലതും പറഞ്ഞ് നമ്മെ കുറ്റപ്പെടുത്തിയിരിക്കാം. പക്ഷേ ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം, ഹല്ലേലൂയ, ഞാൻ കടന്നു പോകുന്നത് ദൈവ പദ്ധതി പ്രകാരം അത്രേ. ഇതിനകത്തുനിന്ന് ഒരു ദോഷവും പറ്റാതെ എന്നെ ദൈവം പുറത്തെടുക്കുമെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാം തകരും. ഹല്ലേലൂയ. ഇവിടെ പൗലൂസിനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കൊലപാതകൻ. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ നടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പൗലൂസിനെ കർത്താവ് ബലപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. പ്രിയ ദൈവത്തിലെ ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും കടന്നു വരികയില്ല. സ്തോത്രം. അവിടെ കൊണ്ട് കഴിയുന്നില്ല. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അവർ ഏറിയ സമ്മാനങ്ങൾ തന്നു, അവരെ മാനിച്ചു. അതേ സ്തോത്രം. കൊലപാതകൻ നീതിദേവി ജീവിച്ചിരിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞവ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് സൽക്കാരങ്ങൾ ചെയ്തു, അവരെ ചേർത്തടയ്ക്കുവാനായിട്ട് ഇടയെത്തുന്നു. ദൈവം അവരുടെ മനസ്സിനെ ചേഞ്ച് ചെയ്തിപ്പിച്ചു. അത് ആരാണ് കൊലപാതകൻ എന്ന് പറഞ്ഞത്? അവരെ കൊണ്ട് തന്നെ ഇവൻ ഒരു ദേവൻ എന്ന് പറയത്തക്ക രീതിയെ മനസ്സിനെ ചേഞ്ച് ചെയ്യിപ്പിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ
ഞങ്ങളും ആരാണെന്ന് നാം ലോകത്തോട് വിളിച്ചു പറയേണ്ട. പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാനും നിങ്ങൾ നിൽക്കുവാൻ തയ്യാറായ നമ്മെ തക്ക സമയത്ത് ദൈവം തെളിയിക്കുവാനിടയായിത്തീരും. നമ്മെ കുറിച്ച് അരുതാത്തത് പറഞ്ഞവരുടെ നാവ് കൊണ്ട് തന്നെ നാം ആരാണെന്ന് ദൈവം പറയിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ യാത്രയിൽ മധ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേ കൊടുങ്കാറ്റടിച്ചത് മുഖാന്തരമായിട്ട് അവരുടെ ചരക്കുകളെല്ലാം അവർ കടലിൽ വലിച്ചെറിഞ്ഞു, അവരുടെ യാത്രയ്ക്ക് ആവശ്യമായിരുന്നതൊക്കെയും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരുടെ വാഗ്ദത്ത സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അവർക്ക് വേണ്ടതിനൊക്കെയും എന്ത് ചെയ്യുന്നു, കയറ്റി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ദൈവം അനുവദിച്ചിട്ട് നീ ചില കഷ്ടതയിൽ കൂടെ കടന്നുപോയ ഒരു നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ചെന്ന് നിൽപ്പാ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം കഴിയുമ്പോ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അങ്ങനെക്ക് ഈ പകൽക്കാലം വിശ്വസിക്ക, നാം നിൽക്കേണ്ട ഇടത്ത് ഉറച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കുവാനായിട്ട് ഇടയായി തീരാ. അതെ, ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് അവരുടെ മനസ്സ് മാറിയതുപോലെ ഹല്ലേലൂയ, ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരികയില്ലെന്നല്ല, പ്രശ്നങ്ങൾ കടന്നു വരും. പക്ഷേ അതിനകത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് അവർ കാണെ നിന്നെ ഒരു കേടും പറ്റാതെ വേണം സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരത്തിൽ നീ സുരക്ഷിതമാണ്. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോഴും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദാനിയേലിനെ തീയിൽ ഇടുമ്പോഴും രാജാവ് രാവിലെ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? അതേ, പ്രാപ്തനായ ഒരു ദൈവം അത്രേ. ഹല്ലേലൂയ. നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ ഒരു കേടും പറ്റാതവണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ, സ്തോത്രം. എനിക്കൊരു കേടും വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായെ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ദൈവസനിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ നിനക്ക് ചിലത് വന്നു ഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവർ കാണുമായിരിക്കാം. വളരെ നേരം കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം പേര് കാണുമായിരിക്കാം. പക്ഷെ അവരുടെ മനസ്സുകളെ മാറ്റത്തക്ക രീതിയിൽ നിനക്കൊരു കേടും പറ്റാതെ പുറത്തെടുക്കുന്ന സുരക്ഷിതമായ ഒരു കരത്തിൻ കീഴിലത്രേ നീ ആയിരിക്കുന്നതെന്ന് ഈ പകൽക്കാലം തിരിച്ചറിയ. അതേ, സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്തും ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ലോകം നിന്നെ നോക്കി പലതും പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ അതും ഇതും കേട്ട് നീ പതറിപ്പോകണ്ട. അവരുടെ മനസ്സുകളെ ചേഞ്ച് ആക്കിക്കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 3 എബ്രായർ ബാലന്മാർ അവരെന്ത് ചെയ്തു? അവർക്കെതിരായി തീയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആ തീയുടെ ഒരു ഗന്ധം പോലും അവരുടെ ശരീരത്തിന് ഏൽക്കാതവണ സ്വർഗത്തിലെ ദൈവം അവരെ പുറത്തെടുക്കുവാനായിട്ടിടയെ തീർന്നു. വാഗ്ദത്തമുള്ള ദൈവ പൈതലേ, ഞാൻ ഈ പകൽക്കാലം ഒരു കാര്യം പറയട്ടെ. നിനക്ക് പ്രശ്നങ്ങൾ കടന്നു വരികയല്ലെന്നല്ല, നീ ദൈവസേന ഉറച്ചു നിൽക്കുമ്പോൾ കഷ്ടതകൾ വരുന്നില്ല എന്നല്ല, കഷ്ടതകൾ ഒന്നിനു പിറകായി ഒന്നായി കടന്നു വരാം. തീച്ചുളയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിച്ചെന്നിരിക്കാം. സിംഹത്തിന്റെ കുഴി നിന്നെ ഇട്ടെന്നിരിക്കാം. കപ്പൽ ഛേദം കടന്നു വരാം, കൊടുങ്കാറ്റുകൾ കടന്നു വരാം. ഹല്ലേലൂയ. പലതും നീ കേൾക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ അവിടെയൊക്കെയും നീ ആരാണെന്ന് തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്കൊരു കേടും പറ്റാതവണ്ണം പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് കാണുന്നത് ആരാ? ലോകം കാണുവാനായിട്ടിടയത്തിലും നിനക്ക് വല്ലതും ഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവർ കാണത്തക്ക രീതി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രായർ ബാലന്മാരുടെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാം നോക്കുമ്പോ അവരുടെ ശരീരത്തിന് എന്ത് തീ പിടിക്കാതെ അവരുടെ തലമുടി കരിയാതെയൊക്കെയും ഇരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, നിനക്ക് ഭവിക്കാൻ ഒന്നും ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ദൈവം നിന്നെ തെളിയിക്കുന്നതിന് വേണ്ടിയാ, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന, നിന്നെ വിടിപ്പാൻ കഴിയുന്ന
ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ദൈവത്തിനെ തെളിയിക്കുന്നതിന് വേണ്ടിയാ ചിലതിനകത്തൂടെ കടത്തിവിടുന്നത്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറഞ്ഞവസാനിപ്പിക്കട്ടെ. ദൈവം ആരാണെന്ന് ദൈവം നിന്നിൽ കൂടി തെളിയിക്കും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലേ, ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി കഷ്ടങ്ങൾ കടന്നു വരുമ്പോ നീ അധൈര്യപ്പെട്ടു പോകരുതേ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. ആ ദൈവം നിന്നെ കൈവിട്ട് കളയത്തില്ല. മറ്റുള്ളവരാരെല്ലാം എന്തെല്ലാം കൈവിട്ട് കഴിഞ്ഞാലും ഈ പ്രശ്നത്തിനകത്തുനിന്ന് നീ പുറത്തു വരികയില്ല എന്ന് പറഞ്ഞ് ഇതിനകത്ത് നീ തീരുന്നത്, നിന്റെ തലമുറ തീർന്നു പോകുന്നത്, നിന്റെ കുടുംബം പരാജയപ്പെടുന്നത്, നിന്റെ ബിസിനസ് നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ നോക്കി നിൽക്കുന്നവർ ഒത്തിരി പേര് കാണുമായിരിക്കാം. ഇവിടെ 2 കൂട്ടരെ പറ്റിയാ പറഞ്ഞത്. നോക്കി നിന്നവരുമുണ്ട്, വളരെ നേരം നോക്കി നിന്നവരുമുണ്ട്. ഹല്ലേലൂയ. അവര് 2 കൂട്ടരും കണ്ട ഒരു കാഴ്ചയാണ്, ഇവനൊന്നും ഭവിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്കൊന്നും ഭവിക്കാതവണ്ണം കാക്കുന്ന ഒരു ഉടയവൻ കൂടെയുണ്ട്. നിന്റെ പ്രാണന് ഹാനി വരാതവണ്ണം കാക്കുന്ന ഒരു ഉടയവനുണ്ട്. നിന്റെ തലയിൽ നിന്ന് രോമം തൊഴിഞ്ഞു പോകുവാൻ ഇടയാകാതവണ്ണ നിന്നെ പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പൽക്കാലം ധൈര്യപ്പെടുക. സ്തോത്ര. ഒരു ദോഷവും നിനക്ക് ഭവിക്കുന്നില്ല എന്ന് ഹല്ലേലൂയ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുവാൻ തക്കവണ ദൈവം അതിനെ ഇടയാക്കി തീർക്കും. സ്തോത്ര. അതേ, തിന്മയ്ക്കായി കടന്നു വന്നതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോഴും ഒന്നിനു പിറകെ ഒന്നായി ചില കഷ്ടതകൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. ആരും കൂടെ ഇല്ലായിരിക്കാം. ഹല്ലേലൂയ. ചില വേദനിപ്പിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രിയ ദൈവ പൈതലേ, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബമേ, ദൈവസന്നി ഉറച്ചു നിൽക്ക. ഹല്ലേലൂയ. നിനക്കതിനകത്തുനിന്ന് ഒരു ദോഷവും പറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്കൊരു കേടും പറ്റുന്നില്ല എന്ന് കണ്ട് നിന്നെ നിന്ദിച്ചവർ ഹല്ലേലൂയ അവരുടെ മനസ്സ് മാറി ഹല്ലേലൂയ നിന്നെ ചേർത്തണയ്ക്കുവാനായിട്ട് ഇടയായിത്തീര. നിനക്ക് വേണ്ടി അതിഥി സൽക്കാരങ്ങൾ അവർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീര. നിനക്ക് വേണ്ടതൊക്കെയും ഹല്ലേലൂയ ദൈവം അവരിൽ കൂടി തരുവാനായിട്ട് ഇടയായിത്തീര. അവരവിടെ ഭവനത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരുക്കി തരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ദൈവം വെറുതെ നിന്നെ ചിലതിനകത്തൂടെ കടത്തി വിടുകയില്ല. സ്തോത്രം. ദൈവം ഹല്ലേലൂയ നിന്നെ വെറുതെ മറ്റുള്ള മുമ്പിൽ നിന്നയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേല. ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് വ്യക്തമായി ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ചില വാക്കുകൾ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കേൾക്കുമ്പോ മനസ്സുകൾ പതറിപ്പോയെന്നിരിക്കാം. പക്ഷേ അവിടെ നീ ഉറച്ചു നിൽക്ക. ഹല്ലേലൂയ. പൗലോസിനെ പറ്റി പറഞ്ഞ ഒരു കാര്യമാണ്, അവന് കുലപാതകൻ, കടലിൽ നിന്ന് രക്ഷപ്പെട്ടൊരു നീതി ജീവി, അവന് ജീവിച്ചിരിക്കുവാൻ അനുവദിക്കത്തില്ല. ഇതൊക്കെയാ കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴും അതിന്റെ നടുവിൽ പൗലോസ് ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ വാഗ്ദത്തത്തിനെതിരായിട്ട് നിന്റെ ജീവിതത്തിനെതിരായി കേൾക്കുന്നതിനെ, നീ നിന്റെ ജീവിതത്തിൽ കയറി പറ്റുന്ന ചിലതിനെ, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിനകത്തിൽ നിന്നുകൊണ്ട് നീ ചിലതിനെ കുടയുവാൻ തയ്യാറാക്കണം. അവിടെ ഇവിടെ കേൾക്കുന്നതിനെയും അവിടെ ഇവിടെ നിന്നുകൊണ്ട് നിന്റെ കരത്തിൽ കയറി പിടിക്കുന്നതിനെയും വാഗ്ദത്തത്തിനെതിരാ നിന്റെ ജീവിതത്തിൽ കയറി പിടിക്കുന്നതിനെ നീ അതിന് വച്ചുകൊണ്ടിരിക്കുകയല്ല. നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നീ ചിലതിനെ കുടഞ്ഞു കളയുവാൻ തയ്യാറാക്കുക. സ്തോത്ര. നിന്റെ ജീവിതത്തിൽ അടുത്തൊരു ടേൺ ദൈവം തുറക്കും. അവിടെ കുടഞ്ഞു കളഞ്ഞപ്പോഴാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതെ, നോക്കി നിന്നവരുടെ മനസ്സുകളെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിനകത്ത് വ്യക്തമായി ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്ന. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവ പദ്ധതി പ്രകാരം ഞാനും നിങ്ങൾ യാത്ര ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുമ്പോ കൊടുങ്കാറ്റുകൾ കടന്നു വരാം, കപ്പൽ ഛേദത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരാം. ചിലതൊക്കെ നമ്മുടെ കരത്തിൽ പിടിച്ചെന്നിരിക്കാം, ചിന്തിച്ചിരിക്കാം പൗലോസും മാത്രമല്ല ഉള്ളത്, കൂടെ മറ്റുള്ളവരുണ്ട്. പക്ഷേ ആരുടെയും കരത്തിൽ കയറി പിടിക്കാത്ത ഒന്ന് ഹല്ലേലൂയ അണലി എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൗലോസിന്റെ കരത്തിലെ കയറി പിടിച്ചത്. വാക്തത്വമുള്ള നിന്റെ മേല ശത്രുവിന് നോട്ടം, അവന്റെ ജീവനെതിരാ വെല്ലുവിളി. ഹല്ലേലൂയ. പക്ഷെ ജീവനെതിരായി വെല്ലുവിളി വരുമ്പോഴും നിന്റെ പ്രാണന് ഹാനി വരാതെ വണ്ണം കാക്കുന്ന ഒരു ഉടയൻ ഉണ്ട്.
ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ആ ഒരു ടൈം കഴിഞ്ഞു കഴിയുമ്പോ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതിന്റെ 16-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവർ റോമിലെത്തി. ഹല്ലേലൂയ. അതേ സ്തോത്രം. നീ എത്തേണ്ടടുത്ത് സർവശക്തനായ ദൈവം എത്തിക്കും. അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വരാം, ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വരാം. സ്തോത്ര. ഇവിടെ നമുക്ക് വചനത്തിലെല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ആശ പോകുന്ന അനുഭവങ്ങൾ കടന്നു വരുന്നുണ്ട്. അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന ഒരു മറുകരയിൽ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ ഇല്ലാതവണ അവരുടെ ജീവിതത്തിൽ അനുഭവമായി തീർന്നു. സ്തോത്രം. 14 ദിവസമായി ആഹാരം കഴിക്കുകയോ സൂര്യനെ ഒന്നിനെയും കാണുവാൻ കഴിയാതവണ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതവണ ആയിരിക്കുന്ന ഒരു മണ്ഡലം അവരുടെ ജീവിതത്തിലുണ്ട്. ആ ഒരു അനുഭവത്തിൽ നിന്നൊക്കെ അവർ കയറി അടുത്തു വന്നപ്പോഴോ അണലി അവരുടെ കരുത്തിൽ കയറി പിടിച്ചത് അവിടെ കൊണ്ട് തീരുന്നില്ല, മറ്റുള്ളവരുടെ വാക്കുകൾ. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോഴും ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവമില്ലേ? ഒരു കൊടുങ്കാറ്റിൽ നിന്ന്, ഒരു പ്രശ്നത്തിൽ നിന്ന് കയറി വരുമ്പോ ഇനി രക്ഷപ്പെട്ടു, ഇനി എനിക്കൊരു സ്വസ്ഥതയായിട്ട് ജീവിക്കാമെന്ന് ചിന്തിക്കുമ്പോ അടുത്തൊരു പ്രശ്നം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ ദൈവ പൈതലെ ഉറച്ചു വിശ്വസിക്കുക. നിന്റെ മേൽ കിടക്കുന്നത് ഒരു സാധാരണ കോളിംഗ് അല്ല. ഹല്ലേലൂയ. ചില ദേശത്തിൽ വ്യാപരിക്കുന്ന ചില മണ്ഡലങ്ങളെ തകർക്കുവാനായിട്ടുള്ള ഒരു അഭിഷേകമത്രേ കർത്താവ് നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. ഈ പകൽക്കാലം അത് തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞിട്ട് നിന്റെ കരത്തിൽ കയറി പിടിക്കുന്നതിനെ, നിന്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി കടന്നു വരുന്നതിനെ നീ കുടഞ്ഞു കളയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, നോക്കി നിൽക്കുന്നവരുടെ മനസ്സുകളെ മാറ്റിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. നിനക്ക് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് നോക്കി നിൽക്കുന്നവരുടെ മനസ്സ് മാറും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അപ്പാ അവരുടെ ജീവിതത്തിനകത്ത് പലത് കടന്നു വരുമ്പോ അപ്പാ ഇതിനകത്ത് തീർന്നു പോകും, ഇവനെന്തു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. അവരുടെ മനസ്സുകളെ മാറത്തക്ക രീതിയിൽ ഒരു കേടും പറ്റാതവണ്ണം പുറത്തെടുക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം ചലിക്കട്ടെ. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തൊന്ന് പറഞ്ഞ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോ കർത്താവേ, അവർ കേൾക്കുന്ന വാക്കുകളും പ്രവർത്തികളൊക്കെ ഒത്തിരി കാണുമായിരിക്കാം. എന്നാൽ അതിനകത്തൊക്കെയും നമ്മുടെ ദൈവം ആരാണെന്ന് അവരെ കൂടി തെളിയിച്ചു വരത്തക്ക രീതിയിൽ പരിശുദ്ധന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിരാശപ്പെട്ടു പോകാതെ, ആകുലപ്പെട്ടു പോകാതെ ഹല്ലേലൂയ, അവരെ മറ്റുള്ളവർ ചേർത്തണയ്ക്കത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ കരം തന്റെ ജനത്തിനു വേണ്ടി പകൽക്കാലം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും കടത്തിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് വിടുവിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.